വിശുദ്ധ അൽഫോൻസാമ്മയുടെ നിത്യപ്രാർത്ഥന. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള ആശയിൽ നിന്നും എന്നെ വിമുക്തമാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നുകളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ കർത്താവേ, ലൗകിക ആശ്വാസങ്ങൾ എല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. നീതിസൂര്യനായ എൻ്റെ ഈശോയെ, നിന്റെ ദിവ്യകതിരിനാൽ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ. ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞു, അൽഫോൻസാമ്മയെ കണ്ടിട്ട് മാതാവിനെ കാണുകയാണ് എന്ന് ഓർത്തുപോയി. കുട്ടികളോട് വളരെ സ്നേഹമുണ്ടായിരുന്ന അൽഫോൻസാമ്മ അവരെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുവാൻ തൻ്റേതായ വഴി കണ്ടുപിടിച്ചു. ചെറിയ പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും ചൊല്ലുവാൻ കുട്ടികളെ പരിശീലിപ്പിച്ചു. സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു എങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ദരിദ്രരായ കുട്ടികളോട് കൂടുതൽ സ്നേഹവും കരുണയും കാണിച്ചിരുന്നു. കർത്താവായ യേശുവിനെ പോലെയായിരുന്നു അൽഫോൻസാമ്മയുടെ കുട്ടികളോടുള്ള സ്നേഹം. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അൽഫോൻസാമ്മ എന്നും ഒരു ശിശുവായിരുന്നു. ശിശുക്കളെ അവൾ ഒത്തിരിയേറെ സ്നേഹിച്ചു. ശിശുക്കളും അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ സ്നേഹിച്ച, ശിശു നൈർമല്യം മരണം വരെ കാത്തു സൂക്ഷിച്ച അൽഫോൻസാമ്മയുടെ ജീവിത മാതൃക ഈശോയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമുക്കും പ്രചോദനമാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗീയ മധ്യസ്ഥേ അൽഫോൻസാമ്മേ, കുടമാളു ഗ്രാമത്തിൽ ജനിച്ചവളെ, സഹനത്തിൻ പാതയിൽ വളർന്നവളെ, വിശുദ്ധിയിൽ ജീവിതം നയിച്ചവളെ, ഭാരത സഭയുടെ അഭിമാനമേ, സ്വർഗീയ മധ്യസ്ഥേ അൽഫോൻസാമ്മേ, കുടമാളൂർ ഗ്രാമത്തിൽ ജനിച്ചവളെ, സഹനത്തിൻ പാതയിൽ വളർന്നവളെ, വിശുദ്ധിയിൽ ജീവിതം നയിച്ചവളെ, ഭാരത സഭയുടെ അഭിമാനമേ.